ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ അടിപൊളി പരിപ്പ് പായസം ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. പിന്നെ പായസം ചേച്ചി നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു. കാരണം നമ്മൾ ഒരു ഉരുളി നിറയെ ഒരു ദിവസം ഉണ്ടാക്കിയല്ലോ പായസം. അപ്പോൾ ഒത്തിരി പായസമായപ്പം കുറച്ചെടുത്ത് നമ്മൾ മാറ്റി. പിന്നെ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ പോകുന്ന ആ ഹറിബറി ബഹളമൊക്കെ ആയപ്പം പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. പോകുന്ന അന്ന് രാവിലെ എന്നോട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇനി പോകുന്ന തിരക്കല്ലേ, ഇപ്പം അതൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ പായസം ഒരു 75% റെഡിയായിരുന്നു. ഇപ്പോൾ അതിനെ ഞാൻ എടുത്തു. ഇനിയിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു പാനിനകത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ നല്ലതായിട്ട് ആ പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൻ്റെ മുഴുവൻ സംഭവം 75% റെഡിയായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ ഒന്ന് നല്ലതായിട്ട് ചൂടാക്കി പിന്നെ അതിലേക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തു. നമ്മുടെ ഇങ്ങനത്തെ കോക്കനട്ട് മിൽക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് സിമ്മയിട്ട് നന്നായിട്ട് ഇളക്കി. അത് കഴിഞ്ഞ് നമ്മൾ കോക്കനട്ട് മിൽക്ക് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതെല്ലാം പോകും, പായസം കുളമാകും. അങ്ങനെ സിമ്മയിട്ട് തേങ്ങാപ്പാലിൽ കൊണ്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഞാൻ നമ്മുടെ നെയ്ക്കകത്തോട്ട് ഈ കുഞ്ഞു പാനിനകത്ത് നെയ്ക്കകത്ത് നമ്മുടെ റൈസൻസ് ആൻഡ് കാഷ്യൂ ഞാൻ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്തു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തേണ്ടേ. ഇപ്പോൾ നല്ല അടിപൊളി പരിപ്പ് പായസം റെഡി. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ ഞങ്ങൾ തരുന്നതായിരിക്കും. പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.